ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ആക്സസറീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാഹനത്തിൽ ഉപയോഗിക്കുന്ന OBD2 മീറ്റർ ആണിത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീംകാച്ചർ DC യുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. OBD2 കണക്ട് ചെയ്യുന്ന മീറ്ററാണ്. സാധാരണ ഇതേപോലത്തെ മീറ്ററുകൾ കണക്ട് ചെയ്യുന്നത് വയർ കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ്. പക്ഷേ ഈ ഒരു മീറ്ററിന് വയർ കട്ടിംഗ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ 10ഓളം ഇന്റർഫേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 20ഓളം പാരാമീറ്റേഴ്സ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആമസോണിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്തൊക്കെയുള്ളതെന്നുള്ള ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോക്സിംഗ് വരുന്നത്. സീൽ ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റിക്കർ ഞാൻ പറിച്ചതാണ്. ആമസോണിൽ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മുന്നിലേക്ക് പോകുവാണെങ്കിൽ ഇതിന്റെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ടെക്കാർഡോ എന്നാണ് ഇതിന്റെ ബ്രാൻഡ് വരുന്നത്. ഇത് സ്മാർട്ട് ഗേജ് സ്പീഡോമീറ്റർ ആണ്, GPS. അതുപോലെ തന്നെ OBD2 GPS സ്മാർട്ട് ഗേജ് സ്പീഡോമീറ്റർ എന്നാണ് ഇത് പറയുന്നത്. ഈ ഒരു ലുക്കിലാണ് ഈ ഒരു ഇത് വരുന്നത്. ഈ ഒരു ലുക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ലുക്കാണ്. നേരെ ഈ വശത്തേക്ക് നോക്കുവാണെങ്കിൽ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് 40 ഡിഗ്രി മുതൽ 80 ഡിഗ്രി വരെ ഇത് കോമ്പാറ്റബിൾ ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് MRP നോക്കുവാണെങ്കിൽ 5999 രൂപയാണ് ഇതിന് MRP വരുന്നത്. പക്ഷേ നമുക്ക് ഇത് ഓഫറിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലും HUD ഈ ഹെഡ് അപ്പ് യൂണിറ്റ് എന്നാണ് ഇതിന്റെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പാരാമീറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ 20 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ സ്പീഡ്, ക്ലോക്ക്, RPM, വാട്ടർ ടെമ്പറേച്ചർ, വോൾട്ടേജ്, ഫ്യൂൽ കൺസംഷൻ, ഡ്രൈവിംഗ് മോഡിലെ ഡ്രൈവിംഗ് ടൈം, ആൾട്ടിറ്റ്യൂഡ്, നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ്, കോമ്പസ്, ആക്സിലറേഷൻ ടെസ്റ്റ്, ബ്രേക്ക് ടെസ്റ്റ്, ടർബോ പ്രഷർ, ഡ്രൈവിംഗ് മൈലേജ്, ഹോൾ വെഹിക്കിൾ ഡാറ്റ ഫ്ലോ, ഫോൾട്ട് ക്ലിയറിംഗ്, ഓവർ സ്പീഡ് അലാം, RPM അലാം, വാട്ടർ ടെമ്പറേച്ചർ അലാം, അതുപോലെ തന്നെ വോൾട്ടേജ്. ഇത്രയും അലാംസ് ഇതിൽ വരുന്നുണ്ട്. ഇത്രയും 20 പാരാമീറ്റേഴ്സോളം ഇതിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും നമുക്ക്. നേരെ മറുവശത്ത് പോകുന്നത് ഇതാണ് ഇതിന്റെ 10 ഇന്റർഫേസസ് വരുന്നത്. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിൽ ഇന്റർഫേസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ രീതി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഈ ഒരു ബോക്സ് തന്നെയാണ്, വേറെ കവറിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ രീതി തന്നെയാണ്, ഒരു സ്റ്റിക്കർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ രീതിയിലാണ് ബോക്സ് ഒക്കെ വരുന്നത്. തുറന്നു നോക്കുമ്പോൾ ഇതാണ് ഇതിന്റെ മീറ്റർ വരുന്നത്. ഇത് ശരിക്കും സീൽ ചെയ്തിട്ട് പാക്കറ്റിലാണ് വന്നിട്ടുള്ളത്. നമുക്കിത് മാറ്റി വെക്കാം. ഇത് രണ്ടാമത്തെ മൗണ്ടാണ്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് വേണ്ട ഫിക്സ് ചെയ്യാനുള്ള മൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ OBD2 കേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു USB കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ടൂൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ ഓപ്പൺ ചെയ്യാനുള്ള ടൂളും പിന്നെ അതിന്റെ സ്റ്റിക്കർ, ഡബിൾ സൈഡ് സ്റ്റിക്കറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാനുവലും വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മാനുവൽ. കണക്ഷൻ കൊടുക്കേണ്ട രീതിയിലുള്ള മാനുവലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റർ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർ വരുന്നത്. നമുക്ക് പൊളിക്കാം. ഈ രീതിയിലാണ്. ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ വരും. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലാണ് ഇതിന്റെ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ട ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ തന്നെ OK ബട്ടണാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ലെഗും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് ഇതെന്തായാലും കണക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. OBD2 കണക്ഷൻ ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ്. അത് അടുത്തതുകൊണ്ട് ജസ്റ്റ് വയറിംഗ് ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കീ ഓൺ ചെയ്താലാണ് ഇത് ഓൺ ആയി വരിക. കീ ഓൺ ചെയ്തല്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കീ ഓൺ ചെയ്തു. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വരും. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഈ രീതിയിൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ഇന്റർഫേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റാൻ പറ്റും. ഇതൊരു ഇന്റർഫേസ് ആണ്. ഇതിന്റെ എല്ലാ പാരാമീറ്റേഴ്സും കാണുന്നതാണ്. ഓരോന്നായിട്ട് ഇത് ആക്സിലറേഷൻ ടെസ്റ്റ് ആണ്. നമ്മൾ 100 എത്ര സെക്കൻഡ് കൊണ്ട് 0 to 100 എത്തുന്ന ഒരു ടെസ്റ്റ് ആണ് ഇതിൽ. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഇതും പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു നടുക്കുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് കയറാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെ സെറ്റിംഗ്സ്. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് കയറുമ്പോൾ ഇത് ഈ രീതിയിൽ നമുക്ക് ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് അലാമും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് അലാം ഞാനിപ്പോൾ 80ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ കിലോമീറ്റർ മാറ്റി മൈൽസിലേക്ക് ആക്കാനും അതിനും പറ്റും. ആ രീതിയിലാണ് ഇത് മൊത്തം ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പാരാമീറ്റേഴ്സ് മാറുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഞെക്കി കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് മാറും. ഇത് ഓരോ പാരാമീറ്റേഴ്സ് ഓരോ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതിലും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതായിട്ടുണ്ടോ ഈ രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് ആവറേജ് മൈലേജ് നോക്കണമെങ്കിൽ GPS, വോൾട്ട്, RPM, ഇതാണ് ഫ്യൂവലിന്റെ ലൈവ് മൈലേജ്. അതായത് ലൈവായിട്ടുള്ള മൈലേജാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാതെ ആവറേജ് മൈലേജും നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. എല്ലാവരും അതിമിക്ക ആൾക്കാരും മൈലേജിൻ്റെ കാര്യമാണ് ഹൈലൈറ്റ് ആയിട്ട് നോക്കുന്നത്. അത് നമുക്ക് ഇതിൽ തന്നെ ഇത് ലൈവ് കേട്ടോ. അടുത്ത ഒരു പാരാമീറ്റർ ഓക്കെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ലൈവ് മൈലേജ്
ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാരാമീറ്ററും കൂടി നമുക്ക് ഇത് ഓഡോമീറ്റർ ഇതാ ആവറേജ് മൈലേജ് ഇപ്പോൾ 14.4 ഇതിന്റെ ആവറേജ് മൈലേജ്. ഇത് കണക്ട് ചെയ്ത് അത്രേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടി ഓടുമ്പോഴേ കറക്റ്റ് വരുള്ളൂ. ഇത് കണക്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ഓടിക്കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് പാരാമീറ്റേഴ്സ് റീഡ് ചെയ്ത് വരുള്ളൂ. പിന്നെ ഇവിടെയുള്ള ഡിസ്പ്ലേ കൂടാതെ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്, ഇതിൽ ടൈം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇതും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആംബിയൻ ലൈറ്റ് ഹൈ സ്പീഡൊക്കെ വരുമ്പോൾ റെഡിലേക്ക് മാറും. ഞാൻ ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റോഡിൽ ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇതിന്റെ ഓവർ സ്പീഡിന്റെ അലാം കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്പീഡിന്റെ റേഞ്ച് ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. ഇപ്പൊ 40 ഇട്ടിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് അതിന്റെ ആംബിയൻസ് അതിന്റെ കളർ മാറുന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റഷാണ് റോഡില്. കണ്ടോ, ഈ രീതിയിലാണ് ഇതിന്റെ അലാം വരുന്നത്. ഹൈ സ്പീഡ് അലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ 40 സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കുറക്കും അലാം പോകുന്നുണ്ട് നോക്കാം. അലാം പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളുള്ളത്. ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.